അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി. എന്നെ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന്. എൻ്റെ പേര് അനുഷ. ഞാൻ തോപ്പുംപടിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 നവംബർ 17 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇത് എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ കയറി നിന്നുകൊണ്ടുള്ള. അതിന് ഈ മാതാവ് എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകൻ്റെ ഒരു രോഗാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിൽ അവന് രോഗസൗഖ്യം ലഭിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി വിൽക്കുവാൻ പറ്റി. അതും രണ്ടും ഞാൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇതെൻ്റെ മകൻ കാൽവിൻ. കഴിഞ്ഞ കൊല്ലം കാൽവിൻ 10th അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ നിയോഗങ്ങളെല്ലാം അവൻ്റെ ബെറ്ററായിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയും അവൻ്റെ അഡ്മിഷന് വേണ്ടിയുമായിരുന്നു. കാൽവിൻ അത്യാവശ്യം മാതാവിൻ്റെ അനുഗ്രഹം കാരണം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ അവൻ സയൻസും മാത്സും മാത്രമേ ഇഷ്ടപ്പെട്ട് പഠിക്കുകയുള്ളായിരുന്നു. ബാക്കി ഹിന്ദി, മലയാളം, സോഷ്യലൊക്കെ അവൻ 60% മാത്രമേ മാർക്ക് ലഭിക്കുകയുള്ളായിരുന്നു. പക്ഷേ ഓൾ ഓവർ നോക്കുമ്പോൾ അവനായിരിക്കും ടോപ്പർ. പക്ഷേ ഒരിക്കലും ഒരു ഫുൾ A+ എത്താനുള്ള മാർക്ക് അവന് കിട്ടില്ലായിരുന്നു. മോഡൽ എക്സാമിന് വരെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ 1.5 മാസമുള്ളപ്പോൾ മുതൽ കാൽവിൻ നന്നായിട്ട് പ്രാർത്ഥിക്കാനും അവൻ എൻ്റെ കൂടെ ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുകയും കാൽവിൻ ഞാനൊരു ബോക്സ് കൊടുത്തു, ഒരു 6 ഫേസുള്ള. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു കാൽവിൻ്റെ അടുത്ത് 6 നിയോഗങ്ങൾ എഴുതി മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. അങ്ങനെ കാൽവിൻ ആ 6 നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 9 പരീക്ഷകളും അവന് കുഴപ്പമില്ലാതെ പോയി. പക്ഷേ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവന് A+ എത്താനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല ചില പരീക്ഷകൾക്ക്. എന്നാലും കാൽവിൻ അത്യാവശ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ 10ാമത്തെ എക്സാമിന് അവന് ഭയങ്കര തലവേദനയായിരുന്നു. അവന് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കാൽവിൻ പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹം കാരണം അവൻ എല്ലാ ദിവസവും കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു. ഉപ്പ് കൊണ്ടുപോയി സൈഡിൽ വെച്ചിട്ടായിരുന്നു അവൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നേച്ചത്. അപ്പോൾ ഞങ്ങൾ കാൽവിന് പ്രതീക്ഷ കുറച്ചുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കാൽവിന് ബയോളജിക്ക് മാത്രം A ആയി. പക്ഷേ അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കി ഹിന്ദി, മലയാളം എല്ലാം A+ കിട്ടി. പക്ഷേ ബയോളജിക്ക് A ആയി. അങ്ങനെ ഞങ്ങൾ റിവാലുവേഷന് കൊടുത്തു, പേപ്പർ എടുപ്പിച്ചു. കറക്റ്റ് 1.5 മാർക്കിനായിരുന്നു പോയിരുന്നത്. അവൻ്റെ കൂടെ ഒത്തിരി പേർക്ക് ഇതേപോലെ റിവാലുവേഷന് കൊടുത്തവർക്കൊക്കെ ഗ്രേഡ് മാറിയില്ല. കാൽവിനും മാതാവ് കറക്റ്റ് ആ 1.5 മാർക്ക് കൊടുത്ത് ഫുൾ A+ ആക്കി കൊടുത്തു. അവൻ ഈ ഒരു നിയോഗം സാധിച്ചില്ലായിരുന്നെങ്കിൽ അവൻ്റെ മറ്റ് 6 നിയോഗങ്ങളും കിട്ടില്ലായിരുന്നു. കാരണം അത് റിലേറ്റഡ് ആയിട്ടായിരുന്നു അഡ്മിഷനും കാര്യങ്ങളും എല്ലാം പോയിക്കൊണ്ടിരുന്നേച്ചത്. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു. കാൽവിൻ റിസൾട്ടിൻ്റെ ഗ്യാപ്പിൽ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു, സാക്ഷ്യങ്ങളെല്ലാം കാണുമായിരുന്നു. അത് കഴിഞ്ഞ് അവനിപ്പോൾ അവനിഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടി നന്നായിട്ട് പോകുന്നു. 2ാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ ഓഫീസിൽ എനിക്ക് ജോലി കിട്ടിയത് ഉടമ്പടിയിൽ വെച്ച് മാതാവിൻ്റെ അനുഗ്രഹം കാരണമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓഫീസിൽ പ്രമോഷൻ എന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം പ്രമോഷൻ എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ എനിക്ക് അത് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് വീട് പണിതപ്പോൾ ലോൺ മാതാവിൻ്റെ അനുഗ്രഹം കാരണമാണ് കിട്ടിയത്. അതിനകത്തോട്ട് ഞങ്ങൾക്കൊരു റീപേയ്മെൻറ്റ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. EMI കുറയാനും നമ്മളുടെ കുറച്ച് ലയബിലിറ്റി കുറക്കാനും വേണ്ടിയിട്ട്. അതിനുള്ള സഹായം മാതാവ് നടത്തി തന്നു. പിന്നീട് ഞങ്ങൾക്ക് പല പല അപകടങ്ങളിൽ നിന്നും മാതാവിനോടുള്ള അപേക്ഷയാൽ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ഓരോരോ കാര്യത്തിലും ഞങ്ങൾക്ക് വളരെ വളരെ അനുഗ്രഹങ്ങളും ഒക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാറുണ്ട്. പക്ഷെ അവരൊന്നും കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. അങ്ങനെ കാൽവിൻ കൂടെ ഉള്ളത് കൊണ്ടിട്ടാണ് അവൻ്റെ സാക്ഷ്യം മാത്രം പറഞ്ഞത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാനിവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ചെന്നൈ ബ്രാഞ്ചിലോട്ട് അയച്ച് ഞാൻ കാശുരൂപവും പ്രയറും ഒക്കെ എഴുതി അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാറുണ്ട്.
പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ട്. അതിൽ ഞങ്ങൾ പൈസകളെല്ലാവരും കളക്ട് ചെയ്ത് പരിചയമുള്ളവരിൽ നിന്നും മേടിച്ച് പാവപ്പെട്ടവർക്കെല്ലാം കൊടുക്കാറുണ്ട്. രോഗികൾക്കും വീടിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. നമുക്കൊരു ഉടമ്പടിയിലിരിക്കുന്ന ഒരു ചെറിയ പാപം ചെയ്യുമ്പോൾ പോലും നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആരെങ്കിലും പറ്റിയൊരു കുറ്റം എന്തെങ്കിലും പറഞ്ഞു വളരെ പശ്ചാത്താപമായിരിക്കും. അപ്പോൾ കുമ്പസാരിക്കാറുണ്ട്. നമുക്കത് പറഞ്ഞു പോയല്ലോ, ചില മനുഷ്യ സഹജം കാരണം നമ്മളത് ആ സമയത്ത് ചിലപ്പോൾ അറിയാതെ റിയാക്ട് ചെയ്ത് പോകുമായിരിക്കും. എന്നാലും ജഡിക പാപങ്ങളിൽ ഒന്നാണല്ലോ നമ്മൾ ചെയ്തത് എന്നുള്ളൊരു വിചാരം നമുക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാറുമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 44 12 തിരുവചനം. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും, അവരുടെ മക്കളും അവർക്ക് വേണ്ടി നിലകൊള്ളും, അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും, അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. ഇവരുടെ ഉടമ്പടി സ്ഥിരീകരണ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച സന്ദേശമാണിത്. എനിക്ക് ഈ സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അമ്മയോട്, അനുഷ എന്ന് പറയുന്ന ഈ അമ്മയോട് വളരെ അഭിമാനം തോന്നുകയാണ്. കാരണം ജോസഫ് അച്ഛൻ പറയാറുണ്ട് എപ്പോഴും, പുതിയ അപ്ഡേറ്റാണ്, നമ്മുടെ കുടുംബങ്ങളിലാണ് ആദ്യം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടതെന്ന്. ഈ അമ്മ അത് വളരെയധികം വിശ്വസ്തയോടുകൂടി ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അറിയുന്നതിൽ നമുക്ക് വളരെ അഭിമാനിക്കാം, സന്തോഷിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. എപ്പോഴും ഈശോയെ തൊടാനുള്ളൊരു പരിശ്രമത്തിൽ നമുക്കായിരിക്കാം. ഈശോയെ തൊട്ടവരെ പോലെ, തോമസ് ലീഹായെ പോലെ, പാപിനിയ രക്തസ്രാവിക്കാരി സ്ത്രീയെ പോലെയെല്ലാം നമുക്ക് ഈശോയെ തൊടാൻ, ഈശോയെ കാണാൻ നമുക്ക് ആഗ്രഹിക്കാം. അപ്പോഴാണ് നമ്മുടെ ജീവിതം വളരെ ധന്യമാകുന്നത് നമുക്കറിയാം. ഈ മണ്ണിൽ നിന്ന് നാം ഇറങ്ങിപ്പോകുമ്പോൾ, ഈ ആലയത്തിൽ നാം ഇറങ്ങിപ്പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് കൂടെ വിളിച്ച് കൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.